Okay. Yeah. Yadinado. Part 6 ആയി. Time ഇപ്പോൾ 10:45 AM. 25th of 25/10/2016. പാട്ടിപ്പോൾ ചരണം പല്ലവി അനുപല്ലവിയിലോട്ട് കയറിയിട്ടുണ്ട്. ഇതുവരെയുള്ള കോലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐഡിയ അറിയില്ലായിരുന്നു. പിന്നെ മനസ്സിലാക്കിയ പാട്ട് റൈറ്റ് ബ്രെയിൻ സിംഗേഴ്സ് ഉണ്ട്, ലെഫ്റ്റ് ബ്രെയിൻ സിംഗേഴ്സ് ഉണ്ട്. രണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഓരോ ടൈപ്പ് ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും കാലം റൈറ്റ് ബ്രെയിൻ ലെഫ്റ്റ് ബ്രെയിൻ തിങ്കർ ആയിരുന്നു എന്നാണ് വിചാരിച്ചത്. പക്ഷേ റൈറ്റ് ബ്രെയിൻ ആണെന്ന് പിന്നെ മനസ്സിലായത്. അതായത് ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് നോർമലി രണ്ട് രീതി ശ്രദ്ധിക്കാം. ഒന്നിൽ നമുക്ക് ട്യൂൺ ശ്രദ്ധിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വരി ശ്രദ്ധിക്കാം. റൈറ്റ് ബ്രെയിൻ തിങ്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർ ഇമോഷണൽ ആയിരിക്കും, ഫീലിങ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ക്രിയേറ്റീവ്, അങ്ങനെയുള്ള സ്ഥലമാണ്. അപ്പോൾ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ അവർ നോർമലി അതിൻ്റെ ട്യൂൺ മാത്രമേ കൂടുതൽ ശ്രദ്ധിക്കും, വരി പ്രാധാന്യം കൊടുക്കില്ല. അതേ സമയത്ത് ലെഫ്റ്റ് ബ്രെയിൻ തിങ്കർ ആണെന്നുണ്ടെങ്കിൽ അവർ ട്യൂണിനേക്കാളും കൂടുതൽ വരിക്കായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. ഇതല്ലാതെ അടുത്തൊരു ലെവലുണ്ട്. അതായത് റൈറ്റ് ബ്രെയിൻ തിങ്കേഴ്സ് ആണെങ്കിൽ റൈറ്റ് മാത്രമേ പറ്റുള്ളൂ, ലെഫ്റ്റ് ബ്രെയിൻ തിങ്കേഴ്സ് ആണെങ്കിൽ ലെഫ്റ്റ് മാത്രമേ പറ്റുള്ളൂ. പക്ഷേ റൈറ്റിൽ ഇമോഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ക്രിയേറ്റിവിറ്റി, റാൻഡംനെസ്, അതാണ് റൈറ്റ് ബ്രെയിൻ. അതിന് നോർമലി ഫീമെയിൽ സൈഡ് ഓഫ് ഹ്യൂമൻ എന്ന് പറയാം. അതായത് ഏതൊരു വ്യക്തി എടുത്താലും അയാൾക്കൊരു റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഉണ്ട്. അതായത് ക്രിയേറ്റീവ് ഓർ ഫീമെയിൽ പാർട്ട് ഓഫ് ദി ബ്രെയിൻ. പിന്നെ ലെഫ്റ്റ് ബ്രെയിൻ എന്ന് പറയുന്നത് ഫുൾ ലോജിക്കാണ്. അതായത് കുറച്ച് എഡ്ജി, കൂർത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ലോജിക്കായിട്ട് ആലോചിക്കുക, ഡിസിഷൻ, അങ്ങനെയുള്ള. അവിടെ ഇമോഷൻസിന് സ്ഥാനമില്ല. അവിടെ ലോജിക്, റീസൺ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലെഫ്റ്റിൽ. അതാ നോർമലി പെൺപിള്ളേർ റൈറ്റ് ബ്രെയിൻകാരാണ്. അപ്പോൾ അവർ കൂടുതൽ ഇമോഷണലാണ്. ആണുങ്ങൾ ലെഫ്റ്റ് ബ്രെയിൻ. മെയിൻ കാര്യം വെച്ചാൽ ബ്രെയിനിലെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ബ്രെയിൻ കൊണ്ട് പ്രോസസ്സ് ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ലെഫ്റ്റ് ബ്രെയിന് സാധിക്കാറില്ല. ലെഫ്റ്റ് ബ്രെയിൻ കൊണ്ട് പറയുന്ന സാധനങ്ങൾ റൈറ്റ് ബ്രെയിന് സാധിക്കാറില്ല. കാരണം എന്താ അറിയാം. നോർമലി വീട്ടിൽ അടികാരക്കുമ്പോൾ അറിയാലോ, പെണ്ണ് അവൻ്റെ വഴിക്ക് പറയുന്നു, ആണ് അവൻ്റെ വഴിക്ക് പോകുന്നു. കാര്യം എന്താ, രണ്ട് ചിന്താഗതിയാണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ ഇമോഷൻ എന്താണെന്ന് ലെഫ്റ്റ് സൈഡിലെ ബ്രെയിനിന് മനസ്സിലാക്കാൻ പറ്റില്ല. ലെഫ്റ്റ് സൈഡിലെ ലോജിക്ക് എന്താണെന്ന് റൈറ്റിന് മനസ്സിലാക്കും. കാരണം അവൻ കൂടുതൽ ഇമോഷണലാണ്, മറ്റേത് ലോജിക്കലുമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവൽ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു ലെവലുണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ ട്യൂൺ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ നോർമലി നാച്ചുറലി കേട്ട് പിന്നെ അയാൾ ലോജിക്കലി ചിന്തിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അതുപോലെ ലെഫ്റ്റ് ബ്രെയിനായിട്ടുള്ള കണക്ഷൻ കൂടും. അപ്പോൾ ട്യൂൺ ഇപ്പോൾ കേട്ട് ഓക്കെ ഇഷ്ടപ്പെട്ടു, പിന്നെ വരി ശ്രദ്ധിക്കാൻ തുടങ്ങി. അതാണ് അടുത്ത ലെവലിലേക്കുള്ള പോക്കാണ്. അപ്പോൾ വരിയും ട്യൂണും കൂടെ ഒരുമിച്ച് വരുന്ന സമയത്ത് അതൊരു മറ്റൊരു എഫക്റ്റാണ്. അത് കുറച്ചും കൂടെ ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു എഫക്റ്റാണ്. ഒരു മ്യൂസിക് ആയി കഴിഞ്ഞാൽ അതിപ്പോൾ ഞാൻ മുമ്പ് ഒരു ജസ്റ്റിൻ ബീബറിൻ്റെ ഒരു പാട്ട് ദാറ്റ് ഷുഡ് ബി മീ, അത് കേട്ടിട്ടുണ്ട്. ട്യൂൺ എനിക്ക് പക്ഷേ അത് വലിയ സംഭവമായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ അന്ന് കേട്ടങ്ങ് കളഞ്ഞു. പിന്നെ ഡിപ്ലോമയിൽ പഠിക്കുന്ന സമയത്ത് ബസ് ഇരുന്ന സമയത്താണെന്ന് തോന്നുന്നു ആലോചിച്ചു ഈ പാട്ടിനെ കുറിച്ച്. കയ്യിലില്ല പാട്ട്, പക്ഷെ ഇങ്ങനെ ആയിരുന്നു ആലോചിച്ചപ്പോഴാണ് കുറേ പ്രാവശ്യം ഞാൻ പാട്ട് കേട്ടിട്ടുണ്ട്. ട്യൂണാണ് ഞാൻ കൂടുതൽ അന്ന് ശ്രദ്ധിച്ചിരുന്നത്. ട്യൂൺ വലിയ ഇതായിട്ടൊന്നും തോന്നിയില്ല, കുഴപ്പമില്ല ട്യൂണ്. പക്ഷെ ഇത് കേട്ട് ഓട്ടോമാറ്റിക്കലി എൻ്റെ മനസ്സിൽ ആ വരികളങ്ങ് പതിഞ്ഞു. ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഇങ്ങനെ ബസ്സിരുന്ന് ആലോചിച്ച സമയത്ത് ഓട്ടോമാറ്റിക്കലി വരികൾ ഓർമ്മ വന്നു. അപ്പോഴാണ് അതിൻ്റെ അർത്ഥം ഞാൻ ആലോചിച്ചത്. ആ അർത്ഥം ഏതാ, everybody's walking. ഓ വരി ഓർമ്മ എടുത്ത് നോക്കാലോ. That should be. That should. Okay, lyrics.
That should be me. Okay. Everybody is laughing in my mind. Rumors spreading about this other guy. Do you do what you did with me? Does he love you the way I did? Do you forget all the plans that you made with me? 'Cause baby, I didn't. That should be me holding your hand. That should be me making you laugh. That should be me. This is so sad. That should be me. That should be me. That should be me feeling your kiss. That should be me buying you gifts. That should. This is so wrong. I can go on till you believe. That should be me. That should be me. Super. പക്ഷേ ഇത് സൂപ്പറാണെന്ന് തോന്നി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ ശേഷം ആ അർത്ഥം കൂടെ വന്നിട്ട് ആ പാട്ട് കേൾക്കുന്ന സമയത്ത് ഒരു എഫക്റ്റ് ഉണ്ട്, ഒന്നും പറയാൻ പറ്റില്ല. ആ ഭയങ്കര ഡീപ്പായിട്ടുള്ള എഫക്റ്റ്. അതായത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ ട്യൂൺ ശ്രദ്ധിക്കുന്ന ആളാണെങ്കിൽ ഇടയ്ക്ക് ഈ ഒരു പാട്ട് ആണെങ്കിൽ കുറേ പ്രാവശ്യം കേട്ടിട്ട് അതിൻ്റെ ഒരു വരി ഒന്ന് ശ്രദ്ധിച്ചു, അപ്പോൾ അത് വരുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ that should be me. Everybody's laughing in the night. Rumors spreading about this other guy. Do you do what you did with me? What you did with me, does he love you the way I can? Do you forget all the plans that you made with me? 'Cause baby, I didn't. That should be me holding your hand. That should be me making you laugh. That should be me. This is so sad. That should be me. That should be me. That should be me feeling your kiss. That should be me buying you gifts. This is so wrong. I can't go on. Do you believe? That should be me. That should be me. Ooh, 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 അങ്ങനെ ആ പാട്ട് ഒരു രക്ഷയില്ല, സൂപ്പർ. അതൊരു ഐഡിയ ആണ് ആലോചിച്ചത്. അപ്പം എനിക്ക് പെട്ടെന്ന് ജസ്റ്റിൻ ബീബറിനോട് ഇത്തിരി അത് ബഹുമാനം തോന്നി. അവർ പാടിനൊക്കെ കൊള്ളാം, പക്ഷെ എന്നാലും ഇത്തിരി ഒരു ബാഡ് ഇമോഷൻ ഉണ്ടായിരുന്നു. പിന്നെ ആളെ എല്ലാ പാട്ടിൻ്റെയും വരി ശ്രദ്ധിക്കാൻ തുടങ്ങി. ജസ്റ്റിൻ ബീബർ വഴിയാണോ ഇംഗ്ലീഷ് പാട്ടിലേക്ക് കയറിയെന്ന് നോക്കും. അതെ, ബേബി കേട്ടതിന് ശേഷം തോന്നുന്നു ഇംഗ്ലീഷ് പാട്ടിലേക്കൊന്ന് കയറി. പിന്നെ അങ്ങനെ ചെറുപറ പാട്ടുകളൊന്നും ഇതാ. അതിന് കയറിയ ശേഷം അടുത്ത് വന്ന ഏത് പാട്ടാണ്? ബ്ലാക്ക് സ്ട്രീറ്റ് ബോയ്സ് ഒക്കെ വളരെ മുമ്പ് വരെ ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ ഉള്ളിലുണ്ടായിരുന്നെങ്കിലും അത് ഞാൻ ഓർമ്മയില്ലായിരുന്നു. ഞാനൊരിക്കൽ ബ്ലാക്ക് സ്ട്രീറ്റ് ബോയ്സിൻ്റെ മറ്റേ എന്താ ഒരു സൂപ്പർ പാട്ടുണ്ടല്ലോ അവരെ, അറിയില്ല, ഷോ മീ ദ മീനിങ്. യെസ്, ഷോ മീ ദ മീനിങ് of being lonely. Show me the meaning. ഗൂഗിളിൻ്റെ ഒരു കാര്യം വന്ന് ഇപ്പോൾ സ്പെല്ലിങ് പോലും അറിയേണ്ട ആവശ്യമില്ല. എന്ത് പൊട്ടത്തരം അടിച്ചാലും ഗൂഗിൾ കറക്റ്റ് ചെയ്യുന്നു. ഷോ മീ ദ മീനിങ് ഓഫ് ബീയിങ് ലോൺലി. So my words for the broken heart. It's hard to see in a crimson love, so hard to breathe. Walk with me, and maybe nights of light so soon become wild and free. I could feel the sun. Your very wish will be done, they tell me. ഇത് ഞാൻ വരി ഏകദേശമൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് സംഭവം. പക്ഷെ ആ വിഷ്വലൈസേഷൻ കാണുമ്പോൾ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ വാക്കുകൾ അതിൽ കാരണം ആ വിഷ്വലിനനുസരിച്ച്
ഉള്ള കുറേ വാക്കുകൾ അതിൽ വരുന്നുണ്ടായിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ എനിക്കൊരു ഇമ്പാക്റ്റ് ഉണ്ട്. ആ വിഷ്വൽ ട്രീറ്റ് അതിൻ്റെ കൂടെ ആ വരിയും കൂടെ ഉള്ള സമയത്ത് പാട്ടിൻ്റെ വരി എന്തായാലും എനിക്കറിയാം. അത് വിഷ്വലി എനിക്ക് ആ കാര്യം എന്താണ് അവർ ഉദ്ദേശിച്ചത്. എന്താ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളെ മരിച്ചു പോയി കഴിഞ്ഞാൽ അവർ വേറെ വേണ്ടില്ല. അപ്പോൾ നമ്മളിവിടെ ഒറ്റയ്ക്കാണ്, അവരെ കാണാൻ പറ്റില്ല, അവരോട് സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ടൈപ്പിലുള്ള ഒരു കോൺസെപ്റ്റാണ് അവരുള്ളത്.